SSLC റിസൾട്ട് വന്നതിന് ശേഷം ഫുൾ A+ കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള വിഷമത്തിലിരിക്കുന്ന കൂട്ടുകാരാണോ നിങ്ങൾ? കൂട്ടുകാരെ, നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല നിങ്ങളുടെ വിഷമം എന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ വിഷമത്തിന് ഒരു അതിര് വേണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ പരീക്ഷയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയി നമ്മളൊക്കെ തന്നെയാണ്. കാരണം അവസരമാണ് ഏറ്റവും വലിയ വിജയം നമ്മൾക്ക് നൽകുന്നത്. ഈ നിമിഷം ഈ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയവും. ഒരുപാട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കുമ്പോൾ വിഷമിക്കുക എന്നുള്ളത് വളരെ നാച്ചുറലാണ്. ആ വിഷമത്തിൽ കരയുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുക എന്നതും വളരെ സ്വാഭാവികമാണ്. പക്ഷേ ആ ഇമോഷൻസ് അല്ലെങ്കിൽ ആ വിഷമം ഒരിക്കലും നമ്മുടെ ജീവിതത്തിനെയോ ജീവനെയോ അപായപ്പെടുത്താൻ പാടില്ല. കാരണം ഒരു നിമിഷത്തെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റായ ദൃഢനിശ്ചയങ്ങൾ നമ്മുടെ മനസ്സിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ജീവനെയും ജീവിതത്തിനെയും അപകടത്തിലേക്കാക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ വർഷം SSLC പരീക്ഷയ്ക്ക് തയ്യാറായി കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു താമരശ്ശേരിയിലെ ഷഹബാസ്. അവൻ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ഹോൾ ടിക്കറ്റ് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്, അല്ലേ? നോക്കൂ, വളരെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പരീക്ഷയ്ക്കായിട്ട്. അവൻ്റെ വീട്ടുകാരും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് ആ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല, അല്ലേ? അപ്പോൾ നോക്കൂ, നമ്മൾ വിജയിയല്ലേ? നമുക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു, ആ പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് കണ്ടു, ഇല്ലേ? പക്ഷേ പ്രതീക്ഷിച്ച് വിജയം കിട്ടിയില്ല എന്നുള്ളതൊഴിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവസരങ്ങൾ നമ്മുടെ മുന്നിലുള്ളുമ്പോൾ എന്തിനാണ് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നത്? നമ്മൾ വീണ്ടും ആ കിട്ടുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തുകയല്ലേ ഇപ്പോൾ ചെയ്യേണ്ടത്? നിങ്ങൾ വേദനിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മാത്രമായിരിക്കില്ല. എങ്ങനെ വീട്ടുകാരെ ഫേസ് ചെയ്യും, എങ്ങനെ കൂട്ടുകാരെ ഫേസ് ചെയ്യും, എങ്ങനെ സ്കൂളുകാരെ ഫേസ് ചെയ്യും, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ ഓടുന്നുണ്ടാവുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങളുടെ വിജയവും പരാജയവുമെല്ലാം നിങ്ങളുടെ മാത്രമാണ്. അതിൽ മറ്റുള്ളവരെ എത്തിനോക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ചിലപ്പോൾ ചില സ്നേഹശാസനകൾ ആരെങ്കിലുമൊക്കെ നൽകുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് അടുത്ത പ്രയത്നത്തിൽ നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് നമ്മൾ എടുക്കേണ്ടത്. അതല്ലാതെ അവർ പറയുന്ന വാക്കുകളിൽ മനം നൊന്ത് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ അവസാനിപ്പിക്കരുത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ പഠിത്തത്തിൻ്റെ ഭാഗത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയേയില്ല എന്ന് ശപഥം ചെയ്യരുത്. നമുക്കറിയാം, ഏറ്റവും നല്ല പൈലറ്റ് ഓടിക്കുന്ന വിമാനങ്ങൾ പോലും ചിലപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറുകൾ കാരണം കൊണ്ട് ആ വിമാനം താഴെ ഇറക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷേ കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ ആ ചെറിയ ചെറിയ തകരാറുകളെല്ലാം പരിഹരിച്ചതിന് ശേഷം വീണ്ടും അവർ എന്ത് ചെയ്യാറുണ്ട്? ആ വിമാനം ഉയർത്താറുണ്ട്. അതിനർത്ഥം ആ പൈലറ്റ് മോശമാണ് എന്നാണോ? താഴേക്ക് വിമാനം ഇറക്കുന്നത് കൊണ്ട് പൈലറ്റ് മോശമാകുന്നില്ല, അല്ലേ? സുരക്ഷിതമായി അവരെന്ത് ചെയ്യുകയാണ്? ആ വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലുള്ള യാത്രക്കാരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു താഴ്ചയുണ്ടായി എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മോശമായതുകൊണ്ട് ആണ് എന്നല്ല അർത്ഥം വയ്ക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള ചെറിയൊരു ഇടവേളയാണ് ചിലപ്പോൾ ഈ ഒരു ചെറിയ പരാജയം.
ഈ സ്ക്രീനിൽ നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും നമുക്കറിയാം. കൽപ്പന ചൗളയെ വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം കത്തിക്കരിഞ്ഞാണ് ഈ ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾ പിന്നിട്ടാണ് സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തേക്ക് പോകുന്നത്. കൽപ്പന ചൗളയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കത്തിക്കരിഞ്ഞു എന്നുള്ള പേരിൽ നാസ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ ചെയ്യാതിരുന്നു? ഇല്ല അല്ലേ? ബഹിരാകാശത്തേക്ക് ആൾക്കാരെ അയക്കാതിരുന്നു? അതുമില്ല. വിജയം കൈവരിച്ചാണ് സുനിത വില്യംസ് ഒരുപാട് നാളുകൾ അവിടെ ചിലവഴിച്ച് ഇവിടേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ ചില സമയങ്ങളിൽ ചില പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങളെ ഒരു വളമായി മാറ്റുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതം എന്ന ചെടിക്കുള്ള വളമായി ആ ചെറിയ പരാജയങ്ങളെ നമ്മൾ മാറ്റി തീർക്കണം. ഈ ഒരു വിഷമഘട്ടത്തിൽ വളരെ പോസിറ്റീവായി ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇനി വരുന്ന അവസരങ്ങൾ അതിനെ വളരെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ കിട്ടാത്ത വിജയം തീർച്ചയായും നമുക്ക് അവിടെ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ പ്രവർത്തിക്കുക. ചിലർ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ എന്നുള്ള വിഷമം കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ഫുൾ A+ കിട്ടാനായി ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായും കിട്ടിയേനെ, ഞാൻ അപ്പോൾ കുറച്ച് പഠിക്കാൻ മടിച്ചുപോയി, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് കുറച്ച് അസുഖമായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ അതെല്ലാം വിട്ടുകളയുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പാഠമായി മാറ്റി അതിൽ നിന്നുള്ള ലെസൺസ് എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക. എന്നിട്ട് ആ അനുഭവങ്ങളും ആ പാഠങ്ങളും ഇനി വരുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുക. തീർച്ചയായും വിജയം നമ്മുടെ അടുക്കിലേക്ക് ഓടി വരിക തന്നെ ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളും വിഷമത്തിലായിരിക്കാം. മക്കൾ ഫുൾ A+ വാങ്ങണം, അതല്ലെങ്കിൽ വിജയിക്കണം എന്നൊക്കെ സ്വപ്നം കണ്ട് കഴിയുന്ന രക്ഷിതാക്കളുണ്ടാകും. അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ വിജയികൾ തന്നെയാണ്. നിങ്ങൾ വിജയികളുടെ അച്ഛനമ്മമാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ അവർ നിങ്ങളുടെ കൂടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിലുള്ളത്. ഒരു പരാജിത ആയിരുന്നെങ്കിൽ തീർച്ചയായും അവർ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ചേനെ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്തേനെ. അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇത്രയും ഊർജ്ജസ്വലരായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയികളുടെ അച്ഛനമ്മമാരായതുകൊണ്ടല്ലേ. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് പ്രചോദനം നൽകുക. അവരോട് പറയുക, ഈ പരാജയം ഒരിക്കലും നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല, പുതിയൊരു വിജയത്തിൻ്റെ തുടക്കമാണ്. വിജയപാതയായി ഈ പരാജയത്തെ നിങ്ങൾ മാറ്റിത്തീർക്കുക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. നമ്മളെന്നും ഓരോ വിഷമത്തിലും പോസിറ്റീവായിരിക്കുക. ചെറിയ മാർക്കുകളുടെ പേരിലോ ഒരു A+ൻ്റെ പേരിലോ കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. SSLC എന്നുള്ളത് വെറും തുടക്കം മാത്രമാണ്. ജീവിതം നീണ്ടു കിടക്കുന്നു. ആ നീണ്ട യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അവ ആത്മവിശ്വാസത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നേടിയെടുക്കുക.